യോ ഹലോ വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിയോ ഗെയിമർ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് അടുത്തൊരു വീഡിയോ ഇട്ട് വന്നേക്കാണ്. ഇന്നലെ നമ്മൾ ഇന്ന് നമ്മളൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഡൂ ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അത് കണ്ടാൽ നമ്മൾ ഈ സ്റ്റോറേജ് സിസ്റ്റം വലുതാക്കിയതൊക്കെ കാണാം. അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കി എടുത്താണ് ഗൈസ്. അതിന് ഇവിടേക്ക് നിറയണം. അപ്പുറത്തെ സിസ്റ്റം മൊത്തം നിറഞ്ഞു. ഇത് ഭയങ്കര സ്പീഡാണെന്ന് തോന്നുന്നു അല്ലേ? ഇതിപ്പോ തന്നെ ഇതും പറയുന്നു ഗൈസ്. അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചു. നമ്മൾ 81 വേണേ. നല്ലൊരു സബ്സ്ക്രൈബർ കൗണ്ട് ഇനി ആക്കണം ഗൈസ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് അടിച്ചോ. ഇന്ന് നമുക്കൊരു കാറ്റസ് ഫാം സെറ്റാക്കണം. കാറ്റസ് ഫാം സെറ്റാക്കാൻ വേണ്ടി നമുക്ക് ആ കാറ്റസ് ഫാം സെറ്റാക്കിയാലും, പക്ഷെ നമുക്ക് നമ്മുടെ ബേസിന്റെ അടുത്ത് തന്നെ സെറ്റാക്കണം. അതെന്ന് പറയുമ്പോൾ ബാമ്പു ആ മൂന്നും ഒരുമിച്ചായിരിക്കണം. ഇപ്പൊ AFK ഒക്കെ ഇതൊന്നും നടക്കാം. നമുക്കിപ്പോ ഇവിടെ നിന്നും ചെയ്യാം കാറ്റസ് ഫാം. കാറ്റസ് ഫാമിന് സെറ്റപ്പ് ഒരു ഫാം കൂടി ഉണ്ടാകാനാണ്. ഇന്ന് കണ്ടന്റ് ഉണ്ടോന്ന് ചോദിച്ചാൽ കണ്ടന്റ് ഒന്നും ഇല്ല. ഇന്ന് ഒരു ഗെയിം കൂടി കിട്ടാണ്ട്, അത് കിട്ടണം. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ പരിപാടികൾ കാണും. എന്നോട് എളുപ്പം. ഓക്കെ, നമുക്ക് ഇത് മൊത്തം ഒന്ന് പൊളിച്ചെടുക്കണം. എടാ, ഈ ഡോണറ്റ് അസംബ്ലിയിലൊക്കെ ഒരു പിക്കാസ് ഉണ്ട്. അത് 3-4 ബ്ലോക്ക് വെച്ചിട്ട് അത് കാരണം കിട്ടുവാണെങ്കിൽ സെറ്റപ്പ് ആയിരുന്നു. നമ്മുടെ ഈ കൃത്യം ഒരു സ്റ്റാക്ക് അല്ല 9 എക്സ്ട്രാ ആണ്. ഇതാണെങ്കിൽ ഓക്കെ. ആ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഡയമണ്ട് ഒക്കെ ഉണ്ട്. നല്ല കാര്യം. ഡയമണ്ട് ഒക്കെ ഇട്ടോ നല്ലതാണ്. ഇനി നമുക്ക് ഇനി 2 ബ്ലോക്ക് വെച്ചുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഒരു കാറ്റസ് ഫാം ഉദ്ദേശിച്ചേക്കണേ. മോഡിൽ ഒരെണ്ണം പൊട്ടിക്കണം, അല്ലെങ്കിൽ അടിയിൽ ഒരെണ്ണം പൊട്ടിച്ചു വേണം ഐസ്. അപ്പൊ അതേ സൗണ്ട് ഇച്ചിരി സെറ്റായോ? ഇപ്പൊ സെറ്റായി ലൈസ്. സൗണ്ട് എത്തില്ല. ഓക്കെ ഐസ്. ഇപ്പൊ നമ്മൾ ലൈവ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഗൈസ്, ഈ ശനിയാഴ്ച ലൈവ് ചിലപ്പെങ്കിൽ വരാം, ചിലപ്പെങ്കിൽ മാത്രം കേട്ടോ ഗൈസ്, ഉറപ്പില്ല. അപ്പം നമ്മുടെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ റിയാക്ട് ഒന്നും ചെയ്തില്ലെങ്കിലും കമന്റ് കണ്ടിട്ടുണ്ട്. റോയിന്റെ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ലൈവ് വരണേക്കും പെട്ടെന്ന് തന്നെ, എത്ര പെട്ടെന്ന് വരാൻ പറ്റും അത്ര പെട്ടെന്ന് വരാൻ പറ്റണം ഗൈസ്. ഇപ്പൊ എല്ലാവരും ഡൂ സപ്പോർട്ട് തരും. കാറ്റസ് ഫാം ഒരു ഇതും ഭയങ്കര വലുതായില്ല, എന്നാൽ മാത്രം ലാഭമാവും. കാറ്റസ് ഫാം എന്നാൽ മാത്രമാണ് കാറ്റസ് ഫാം ലാഭം. എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി 3 ലെയർ ഒരു സ്റ്റാക്കിന്റെ അങ്ങനെ വന്നാലാണ് കാര്യം. അടിയിലേക്ക് കൊടുക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് തന്നെ കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പൊ നമ്മൾ 100 സബ്സ്ക്രൈബറിലേക്ക് ആവാൻ വേണ്ടി ഇച്ചിരി സബ്സ്ക്രൈബർ കൗണ്ട് കൂടി മതി. അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡി ആവും ഗൈസ്. നമുക്ക് സപ്പോർട്ട് ഇതും കൂടി അങ്ങോട്ട് പൊട്ടിച്ചെടുത്താലോ? അതാണെങ്കിൽ ഒരു ലെയർ കൂടി ആയില്ലേ. അതാണെങ്കിൽ നമുക്ക് ഒരു വൃത്തികേട് അങ്ങോട്ട് മാറിക്കിട്ടും. ഇവിടെ മാത്രം വെച്ച് ബ്ലോക്ക് വെച്ചാൽ മതി ഗൈസ്. 11 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഒരു ഗെയിം കൂടി കിട്ടും. ആ കീയും കൂടി കിട്ടിയിട്ട് വേണം, അയ്യോ ആ കീയും കൂടി കിട്ടിയിട്ട് വേണം നമുക്ക് 2 എൻഡർ ചെസ്റ്റ് അങ്ങോട്ട് വെക്കാൻ. അതിന് മുമ്പ് ഗൈസ് നമുക്ക് ഇത് മൊത്തം വിൽക്കാം. ഓക്കെ, അതെങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ അതെ, ഇത് മൊത്തം എടുക്കാം. ഇവിടെ നിന്ന് തുടങ്ങാം. ഓ, അപ്പുറത്ത് ചെറിയ ആയുണ്ടോ ഇവിടെ? ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ആ സംഭവം. ഓക്കെ, സെൽ. ആ ഗൈസ്, നമ്മൾ പഠിച്ചു. ഇപ്പൊ 2 തവണ ഷിഫ്റ്റ് ആക്കിയപ്പോ ആയി 27. നമ്മൾ പഠിച്ചു ഗൈസ്. ഞാൻ ഒരു 4-5 തവണ ഷിഫ്റ്റ് ആക്കുമ്പോ ആവണ്ട്. അപ്പൊ അതും അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇത് ഒരു സ്റ്റാക്ക് ആയിട്ട് വേണം.
ഇതും കൂടി ഒന്ന് നിൽക്കാൻ. വേഗം 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 പൈസ അപ്പുറത്ത് ജസ്റ്റ് ഇത് നിൽക്കാല്ലേ, അല്ലെങ്കിൽ മൊത്തം ആവട്ടെ. പൈസ അപ്പം നമുക്ക് അപ്പുറത്ത് ജസ്റ്റ് അതിന് അല്ലെങ്കിൽ വിൽക്കാം. ഓക്കെ, ഇങ്ങനെയാണ് സംഭവം പരിപാടി. 9 മിനിറ്റിനുള്ളിൽ അടുത്ത കീയും കിട്ടും. ഓ ഗൈസ്, നമ്മുടെ പൈസ ഉണ്ടോ? ഓ ഇതെന്നാ സ്പീഡാ എടാ. ഓ ഇതെന്ന് അറിഞ്ഞു ഗൈസ് നമ്മുടെ എടാ ബം ക്ലിയർ. ഐസ് ഇതിന്റെ സ്റ്റോറിന് ഒരുവിധം വലുതാക്കണം. ഭയങ്കര പെട്ടെന്ന് പൈസ. ഇതൊന്ന് സ്ലാഷ് സെൽ. എന്നിപ്പോ ഓർക്കാതെ ഓ അവിടെ നിക്കണോ അല്ലേ? ഇതിന്റെ ടെക്നിക്ക് വേറെ എന്തോ സംഭവ, പിന്നെ നമുക്കറിയില്ല. അറിയാവുന്നവരോട് തോന്നുന്നു. ഓക്കെ, ഇത് ഇപ്പൊ റെഡിയാവും. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് പോണേ. ഓക്കെ, ഇപ്പം 1.9 ഇല്ലായിരുന്നു. ബാമ്പുവിന് വില കുറവാണ് എന്നെനിക്ക് അറിയില്ല. ഇവിടെ എന്തായി ഇവിടെ പെട്ടെന്ന് ആവണം. ഇതിന്റെ സ്റ്റോർ ഭയങ്കര വലുതായോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, 3K ആയിട്ട് ഇനി കീ കിട്ടാൻ വെറും ഞാനിപ്പോ വീഡിയോ റെക്കോർഡ് ആക്കണേന്ന് നോക്കിയതാണ് ഗൈസ്. ഓക്കെ, കീ കിട്ടാൻ വെറും ഇച്ചിരി മിനിറ്റ് കൂടി മതി. അപ്പം നമുക്ക് അതിനു മുമ്പ് ഈ ഇതൊന്ന് മൈൻഡ് ചെയ്തെടുക്കട്ടെ ഗൈസ്, എന്നിട്ട് കാണാം ഗൈസ്. റെക്കോർഡാണ് ഗൈസ്. അതേ നമ്മളിത് ഇത് ഇച്ചിരിയും കൂടി വലുതാക്കി ഗൈസ്. അതെന്ന് പറയുമ്പോൾ ഇച്ചിരിയും കൂടി ബ്ലോക്ക് വലുതാക്കി. ഇത്രയും ഇതാണ് പണി ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇവിടെ മൊത്തം എന്ന് പറയുമ്പോ ഇവിടെയാണ് ഇനി നമുക്ക് ഇത് വരാനുള്ളത്. എന്താ ഇതിന്റെ പേര്? മറ്റേ ഹോപ്പർ. ഞാൻ മൊത്തം ഹോപ്പർ ചെയ്യുകയാണെങ്കിൽ വെള്ളത്തിന്റെ പരിപാടി ശരി ടാസ്ക് ആണ് പറയുകയാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ മൊത്തം ഹോപ്പർ ആക്കുവാണ്. എന്ന് പറയുമ്പോ ഒരു 4 ഹോപ്പർ കണ്ടുവരും പൈസ. അത് ഈ വീഡിയോയിൽ എന്തായാലും നടക്കില്ല, നമുക്ക് അതിനുള്ള പൈസ ഇല്ല. ഞാനൊരു സംഭവം കാണിച്ചു തരാം ഗൈസ്. ഏച്ചില് ഇലക്ട്രോ വന്നേക്കണം ഗൈസ്. 3 മില്യൺ ഇത് 9 മില്യൺ 2 3 മില്യൺ. ഇനി ഏതാ 9 മില്യൺ? 800 ഇൻഗട്ടിൻ. എടാ ഇത് അല്ലേ ഇച്ചിരി കിട്ടുവാണെങ്കിൽ നല്ലതാണ്. നമുക്ക് മൈനിങ്ങിന് പോകണം ഗൈസ്. ഇതൊക്കെ കണ്ടോ ഇപ്പൊ എന്നാ നമ്മൾ അന്ന് വാങ്ങിയത് നോക്കുവാണെങ്കിൽ നഷ്ടമായി പോയിട്ടാ ഗൈസ്. പിന്നെ ഞാൻ ഇച്ചിരി ഇത് വാങ്ങി. എന്താ ഇതിന്റെ പേര്? അതിന്റെ പേരെന്നാ? നമ്മുടെ ഗോൾഡൻ ആപ്പിൾ അത് വാങ്ങി ഗൈസ്. അപ്പൊ നമുക്ക് ഇതും കൂടി ഒന്ന് കളഞ്ഞ് ഇതും ഒക്കെ ഒന്ന് കളയണം. ഇത്രയാണ് ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ച എന്താ എടാ കീയും ഉണ്ടാവുക. സൂപ്പർ. വീടൊക്കെല്ല ഇത് കൊടുത്ത് വെക്കാൻ പറഞ്ഞു. എടാ എടാ മെയിൻ സംഭവം ഒരെണ്ണം ഉണ്ടാവും. എനിക്ക് ഒരു ഡ്രൈ ഗ്ലാസ് ഒരെണ്ണം കിട്ടിയാവും. അത് ഞാൻ കൊണ്ടുപോയി
ഗോൾഡൻ ആപ്പിൾ കഴിച്ചിട്ട് എങ്ങനെയാണോ മരിച്ചത്? ഒരു ടോട്ടോ വാങ്ങിയിട്ടാ ഒരു ടോട്ടോ വാങ്ങിയിട്ടാ പ്ലീസ് മതി. ഇപ്പൊ നമ്മള് ഒന്നും കളയാൻ പറ്റില്ല. സ്ലാഷ് അങ്ങനെ ക്ലീനും ഇപ്പൊ തന്നെ ക്ലീനും ഒന്ന് പോകും. നീന്തി കടന്നിട്ട് തന്നെ കുഴപ്പമില്ല. ഒരു ഗോൾഡ് എടുക്കാൻ വേണ്ടി പോയതാ ഗോൾഡൻ ആപ്പിൾ കിട്ടി. എന്ത് കാണിക്കാനാണ്? ആവശ്യമുള്ള ഒന്നും കിട്ടിയില്ല. ഈ ലാവ തന്നെ എനിക്ക് റൈഡ് ഗ്യാസ് ആണ് ഏറ്റവും ആവശ്യം. ആ കീപ്പ് പോണത് പൊക്കോട്ടെ. ആ ഡ്രൈഡ് ഗ്യാസ് നീ കിട്ടിയായിരുന്നു. ഗോൾഡൻ ആപ്പിൾ കിട്ടി. നീ വലിയ വിലയില്ല. സ്ലാഷ് ഷേഡ്സിന് ഒന്നേരം വേണ്ട. ഡ്രൈ ഗ്യാസ് ഇവിടെ കാണാം. എനിക്ക് എടാ എന്ത് നഷ്ടമാണ്. നേരത്തെ 300 കഴിഞ്ഞ തോന്നെ ഇപ്പൊ തന്നെ ഉണ്ട്. അപ്പൊ ഇത് റയറല്ല. ഓ പിക്കാക്സ് അത് എന്തായാലും തീരാൻ പോകുന്നു. സെല്ലിലിടാന്ന് ആലോചിച്ചു. സെല്ലിലിടട്ടെ ഇതിങ്ങാവട്ടെ. ഇതിങ്ങനെ ഫ്യൂഷൻ ഭയങ്കര ലാഭമായി കഴിഞ്ഞത്. ഇതൊന്നും നമുക്ക് അടയ്ക്കണം. നമ്മുടെ ഒരു കുറേ സ്റ്റോണൊക്കെ ഉണ്ട്. നമുക്ക് ബേസിൽ പോയി ഇച്ചിരി ഇതൊക്കെ തട്ടാം. ഇച്ചിരി കോബിൾ സ്റ്റോൺ ഡീപ് സ്ലേറ്റ് അടുത്ത് വന്ന ആ ഗാവൻ അടച്ചു പോകും. നമുക്ക് ഇവിടെ മാത്രം ഒന്ന് അവിടെ എന്നാലും നേരത്തെ ചുമ്മാ നഷ്ടക്കളി കളിച്ചിട്ടുണ്ട്. ഇത് ചെയ്തതെല്ലാം നഷ്ടമായി പോയി. ആ ഇലക്ട്ര അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴൊരു 2 മില്യൺ പിന്നെ ഓഫ് മൊത്തം നഷ്ടമായി പോയി ദിവസം മൊത്തം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് അടിക്കുക. എല്ലാവരുടെയും സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് കരുത്. സബ്സ്ക്രൈബ് ഇതും മൊത്തം മക്കളാണ്. ഇനി ഇത് മൊത്തം ഒന്ന് പൊളിക്കട്ടെ കഴിച്ച് മറ്റേ
വെറൈറ്റി. വാങ്ങി അത് വമ്പ ലാഭമാണ്. Gloria. Seperti itu nyambung നമ്മള് ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ മൊത്തം ഹോപ്പർ വരും, പിന്നെ ലൈറ്റ് വരണം, അത് സെറ്റ് ആക്കണം. പിന്നെ ഒന്നുമില്ല. പിന്നെ ഞാൻ ഇത് വാങ്ങി, ഏൻഷ്യൻ ലിബറീസ് 200 രൂപയേ ഉള്ളൂ. പക്ഷെ ഞാൻ 80 ഗെയിനാണ്. എൻ്റെ പൈസ പോണ കൊടുത്തു. 7 മില്യൻ്റെ അടുത്തുണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ വിറ്റിട്ട് വേണം പൈസ ആക്കാൻ. ഗൈസ് ഇത് നിറയാറായോ? ഇത് വമ്പ സ്പീഡല്ല ഗൈസ്. മറ്റേത് നോക്കുവാണെങ്കിൽ ഒരു സ്പീഡുണ്ട്. അറ്റത്താണ് സംഭവമെങ്കിൽ നമുക്കിനി ഇത് കാറ്റസ് ഫാം ഇവിടെ വരണം. നമുക്കൊരു ഷുഗർ കെയിൻ ഫാം റെഡി ആക്കുക കൊള്ളാന്നുണ്ട് പൈസ. എനിക്ക് ഷുഗർ കെയിൻ ഫാം പറഞ്ഞ സെറ്റ് ആക്കണം. ഓക്കെ, ഷുഗർ കെയിൻ സ്ലാഷ് ഓർഡർ എന്റെ ബുദ്ധിയിടിലാട്ടോ. ഷെൽട്ടർ 2.0 നാപ്പൂര. എനിക്ക് തന്നെ ഇല്ല സത്യം പറയുകയാണെങ്കിൽ. 20 രൂപ ഓട്ടത്തിന് 0. ഡയമണ്ട് 500 രൂപ. വണ്ടി അയച്ചിട്ട് വിറ്റാണ്. നമുക്ക് ആ ബയോമിന്റെ ഒന്നുകൂടി ഒന്ന് കിട്ടുവാണെങ്കിൽ അതൊന്ന് റെഡിയാക്കി കൊടുക്കണം അല്ലേ? ഞാൻ നോക്കിയപ്പോഴേ കാറ്റസ് ഇല്ലാണ്ടേത്. 22 കാറ്റസ് ഉണ്ട്. ഇതിന്ന് നമ്മള് ആക്കി എടുക്കണം പറയാണെങ്കിൽ. എടാ നമ്മുടെ ശവലും പോയി ഗൈസ്. ഇനി ഒന്നുകൂടെ ഉണ്ടാക്കണം. ആൻവിയിൽ എവിടെയാന്ന്? ആൻവിയിൽ ചേച്ചി എവിടെയല്ല. ആൻവിയിൽ എവിടെയാ നമ്മള്? ഇതിനകത്ത് ഒരു ആൻവിയിൽ കിടക്കുന്നുണ്ട്. റൈഡിയാസ് ഇവനെങ്ങനെയാ ഒന്ന് ചെയ്യണേ റൈഡിയാസിനെ? ആൻവിയിൽ കഴിക്കുന്നു ഗൈസ്. ഇവിടെ നമ്മളേതൊരു അയങ്കോസ്മോർ വെച്ചിട്ടുണ്ടാവും. പിഗ് നമുക്ക് കീ തുറന്നപ്പോഴേ ഇപ്പഴല്ല, ഇന്നലെ ഞാൻ ഷോർട്ട് കണ്ടു. ഇതിലെണ്ണത്തിന്റെ 300. നമുക്കൊരു 400 രൂപയ്ക്ക് അയച്ചിട്ട് ചെയ്യാം. ഇനി നമുക്കൊരു ഷഫൽ ഉണ്ടാക്കണം. അതിനായി നമുക്ക്
ഇച്ചിരി സ്റ്റിക്ക് വേണം. സ്റ്റിക്കിനായി നമ്മൾ ഇവിടെ പ്രവേശിക്കണം. ഓക്കെ, ഇനി നമുക്കൊരു ശവല അങ്ങോട്ട് ഉണ്ടാക്കാം. ശവല ഉണ്ടാക്കി ഇനി ബുക്കുകൾ വാങ്ങണം ഗൈസ്. അതൊന്നും വേണ്ട. സ്ലാഷ് ഫ്ലോ ഷോ ബുക്സ്. പ്രൊട്ടക്ഷൻ അല്ല, മെൻഡിങ് അല്ല, എക്സിറ്റി അല്ല, മൾട്ടി ഷോപ്പ് അല്ല, ചാർജ് അല്ല, ഇൻഫിനിറ്റി അല്ല, ഫോർച്യൂൺ 3 അൺബ്രേക്കൺ 3, എഫിഷ്യൻസി 5. ഇത്രയാണ് ഞാൻ കഴിഞ്ഞ ഷോപ്പിൽ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് ആൻവീലിൻ്റെ അടുത്ത് വരണം. ഇവനെ കൊണ്ടുവരണം. വോയിസ് ഉള്ള XP മൊത്തം പോയി. ഓ ഷിറ്റ്. ഇത് റെഡിയാക്കിയിട്ട് വേണം നമുക്കൊരു സാൻഡ് കുറേ പോയി മൈൻസിനെ. സാൻഡ് കുറേ പോയി മൈൻഡ് ചെയ്തിട്ട് വേണം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാൻ എല്ലാം. ഓക്കെ, ഇതൊരു XP ഫാം. എങ്ങനെയോ ഒരു XP ഉണ്ടാക്കാൻ പറ്റുമോ ഇതിനകത്ത്? എനിക്ക് ഇടാൻ പറ്റും. XP തുറന്നു XP ഏൻഷ്യന്റ് ലിബ്രറി നമ്മൾ തിരിച്ചു ഒന്ന് കയറ്റി വെക്കണം. ഞാൻ ഇത് പോകും. ഓക്കെ, ഏൻഷ്യന്റ് ലിബ്രറി ആക്കി നമുക്ക് ഇനി ഒരു ഗോൾഡ് വേണം. അപ്പോൾ ഒരു ഇൻഗട്ടാവും. അതാണെങ്കിൽ നമുക്ക് ഒരെണ്ണം ചെസ്റ്റ് ബൈക്കിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇടാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ആൻവിൽ. അൺബ്രേക്കും തിരിയാന്നോ ആദ്യം മറ്റുണ്ടോ സത്യം പറഞ്ഞു. ഇനി നമുക്ക് /RTP എവിടെയെങ്കിലും വെക്കാൻ. അതിന് മുമ്പ് നമുക്കൊരു അതിന് മുമ്പ് നമുക്കൊന്ന് ആർമറൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇതൊരു ഇതൊക്കെ. പിന്നെ ആർമറിന്റെ സെക്ഷനില് ഒരാക്സ്, ഒരു ഷോഡ്. ഓക്കെ, സെല്ലില് 2 3. ഓക്കെ ഓക്കെ 800 റേഡിയസ്. ഓക്കെ, ഇനി നമുക്ക് /RTP നമുക്ക് എന്തി പോയാകില്ല. എന്തി പോയെങ്കിൽ പ്ലീസ് ട്രൈ അഗൈൻ. എന്റെ പൊന്നെ, എഡ്ജിൽ തന്നെ കറക്റ്റ് വന്നു. കൊണ്ട് കുഴപ്പമുണ്ടായില്ല. ഇവിടെ ആരോ ബേസ് ഉണ്ടാകും. ആരോ ഒന്ന് പൊട്ടിച്ച് പറത്തിക്കുന്നു. എടാ ഇലക്ട്രിക് എടുത്തോണ്ട് വരാമല്ലേ? എടാ അവിടെ എന്തോ ഉണ്ടല്ലോ. അല്ലല്ല, ഇത് ബ്ലോക്കാല്ലേ? അയ്യോ, ഇത് ബ്ലോക്കാ ഗയ്സ്. അയ്യോ, ബ്ലോക്കിന്റെ ആവശ്യം നമുക്കില്ല. അപ്പൊ നമുക്ക് ഇനി ഒരു ബേസ് തപ്പി പോണം. ഇച്ചിരി ഇലക്ട്രിക് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. നമുക്ക് തപ്പണം പോയി.
നമുക്കപ്പം /RTP overrun. Is ഡേട്ടല്ലല്ല വേണ്ടേ, പണ്ടല്ല വേണ്ടേ, ഈ പണ്ടാന്ന് കിടക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു സാൻഡ് കിട്ടി, സാൻഡ് കിട്ടി. ഇതുണ്ട് ആയോ മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ. ഓ 20 എണ്ണം പോയി. ഇതിപ്പോ ഇത്രയും മതിയാവോ? മതിയാവില്ലേ? ഈ ശവലുള്ളതുകൊണ്ട് ഒന്നും പേടിക്കണ്ട, ചുമ്മാ ഇങ്ങനെ ഞാൻ വച്ചോട്ട്. അതാണ് ഈ ശവലിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ ശവല് ഞാൻ ഇത്രയും സെറ്റാക്കി. ഇത് മതിയാവൂലേ? ഓക്കെ ഓക്കെ ഇത് മതി. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബേസിൽ തന്നെ പോവാം. ഇനിയും ആരോഗ്യ ബേസ് കണ്ടുപിടിക്കാൻ പറ്റി നല്ല എന്തൊക്കെയോ കളികൾ ആണുണ്ട്. നല്ല ഫൈറ്റ് ആവുന്ന തോന്നണേ. ഷുഗർ അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു വളരെ ഈ സ്റ്റാറ്റസ് വാങ്ങുള്ള ആരെങ്കിലും ആ പുള്ളിനോട് ചോദിക്കാം അല്ല ക്യാക്ടസ് തുടങ്ങുന്നത്. അതാണ് നമുക്ക് ക്യാക്ടസ് അങ്ങനെ ഒപ്പിക്കാണ്. ഓക്കെ ക്യാക്ടസ് ഇനി എൻ്റെ കയ്യിൽ ഇപ്പം എത്ര എണ്ണം ഉണ്ട്? അത് പറയുമ്പം 22 എണ്ണം ഉണ്ട്. ഇനി അത് തേനും നമുക്ക് ക്യാക്ടസ് ആവും അറിയാമെങ്കിൽ. ഇത് സെറ്റാക്കി നമുക്ക് ഇച്ചിരി മരം വെട്ടിക്കൊണ്ടുവരാം. അതാണെങ്കിൽ ബേസിക് ആയിട്ട് മരത്തിന്റെ ഒരു ഇത് വരണ്ട. മരത്തിന്റെ ഇത് വരാറില്ല, വരുവാണെങ്കിൽ തന്നെ ഒരുത്തൻ ടി പി വിളിക്കണ്ട്. നമ്മൾ ചുമ്മാ പോയാലോ? ബാർബി റോക്ക് അവൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം അല്ലേ? നമുക്ക് നമ്മുടെ ബേസിൽ പോയി ഇതൊക്കെ ഒന്ന് നോക്കട്ടെ. സെക്കൻഡ് ഇതൊക്കെ എടുത്തോണ്ട് വാങ്ങുക. അയ്യോ ഡബ്ല്യൂ
ഹെൽമെറ്റിനൊക്കെ എന്നെ വരാന്ന് പറയും. പോയി നോക്കിയിട്ടില്ല. സ്ലാഷ് TPA അവന്റെ പേരെന്നാന്നു ചിലപ്പോ വല്ല ബേസ് കിട്ടിയാലോ വിട്ടെ നോക്കട്ടെ. വാമ്പൻ അത് തന്നെ. സ്ലാഷ് TPA ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ ബേസ് എത്തുന്നു ഗൈസ്. ഡേ അപ്പോൾ നമ്മൾ പോയ പൈസയൊക്കെ ഒരു ഇതെല്ലാം തിരിച്ചെടുത്തു. എന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ 1.5 മില്യൺ ആണ് നമ്മൾ തിരിച്ചെടുത്തു. എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ ചെസ്റ്റും ഈ ചെസ്റ്റിന്റെ ഈ ഹോപ്പർ ഇത് നിറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ ഈ 2 ചെസ്റ്റ് മൊത്തം ഫുള്ളായി, എന്നിട്ട് മൊത്തം ചുമ്മാ അവിടെ കിടക്കുന്നു. അതൊക്കെ വിറ്റു ഒറ്റ ഡീൽ. എല്ലാം ഭയങ്കര സ്പീഡാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ റോഡ് ടു 100 സബ്സ്ക്രൈബർ വീഡിയോ ഇറങ്ങി എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വാങ്ങിയെടുക്കണം. അപ്പോൾ ഗൈസ് എല്ലാവരും സപ്പോർട്ട് ഗൈസ്. അപ്പം ബൈ.